എല്ലാവർക്കും ബെത്ലഹേം ചാനലിന്റെ ബൈബിൾ ലോഗോസ് ക്വിസിലേക്ക് സ്വാഗതം. ബൈബിൾ ലോഗോസ് ക്വിസ് 2026. സഭാപ്രസംഗകൻ 6-ാം അധ്യായത്തിൽ നിന്നുള്ള 25 ചോദ്യങ്ങളാണ് ക്വിസിൽ കൊടുത്തിട്ടുള്ളത്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 9 മിനിറ്റാണ് ഈ വീഡിയോയ്ക്കുള്ളത്. കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ക്വിസ് തന്നെത്താൻ ചെയ്തു നോക്കാൻ സാധിക്കും. സഭാപ്രസംഗകൻ 6:1 അനുസരിച്ച് സൂര്യന് കീഴെ മനുഷ്യർക്കനുഭവപ്പെടുന്ന ദുർവഹമായ തിന്മ ഏതാണ്? ഓപ്ഷനുകൾ: എ. അനുഭവിക്കാൻ കഴിയാത്ത സമ്പത്ത്, ബി. തീരാത്ത രോഗങ്ങൾ, സി. ബന്ധുക്കളുടെ മരണം, ഡി. കഠിന ദാരിദ്ര്യം. ശരിയായ ഉത്തരം എ. അനുഭവിക്കാൻ കഴിയാത്ത സമ്പത്ത്. ഉദരപൂരണത്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ, എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല. ഇത് സഭാപ്രസംഗകൻ ഏതധ്യായത്തിലാണ്? ഓപ്ഷനുകൾ: എ. സഭാപ്രസംഗകൻ 6:2, ബി. സഭാപ്രസംഗകൻ 6:7, സി. സഭാപ്രസംഗകൻ 6:9, ഡി. സഭാപ്രസംഗകൻ 6:5. ശരിയായ ഉത്തരം ബി. സഭാപ്രസംഗകൻ 6:7. സഭാപ്രസംഗകൻ 6:11 അനുസരിച്ച് ഓപ്ഷനുകൾ: എ. വാക്കുകളുടെ പെരുപ്പം നന്മയാണ്, ബി. വാക്കുകളുടെ പെരുപ്പം ശക്തിയാണ്, സി. വാക്കുകളുടെ പെരുപ്പം ജ്ഞാനമാണ്, ഡി. വാക്കുകളുടെ പെരുപ്പം മിഥ്യയാണ്. ശരിയായ ഉത്തരം ഡി. വാക്കുകളുടെ പെരുപ്പം മിഥ്യയാണ്. ഇതും മിഥ്യയും പാഴ്വേലയുമാണ് എന്ന സഭാപ്രസംഗകൻ 6:9 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷനുകൾ: എ. സങ്കൽപ്പങ്ങളിൽ അലയുന്നത്, ബി. കഠിനാധ്വാനം, സി. ദാനധർമ്മം, ഡി. അമിത സംസാരം. ശരിയായ ഉത്തരം എ. സങ്കൽപ്പങ്ങളിൽ അലയുന്നത്. സഭാപ്രസംഗകൻ 6-ാം അധ്യായം പ്രകാരം ചാപിള്ളയേക്കാൾ ഭേദമല്ലാത്ത അവസ്ഥയിലുള്ളതാര്? ഓപ്ഷനുകൾ: എ. ബുദ്ധിശൂന്യനായ മനുഷ്യൻ, ബി. വീടില്ലാത്ത മനുഷ്യൻ, സി. ഭാഗ്യമനുഭവിക്കാത്ത ദീർഘായുഷ്മാൻ, ഡി. ദരിദ്രനായ മനുഷ്യൻ. ശരിയായ ഉത്തരം സി. ഭാഗ്യമനുഭവിക്കാത്ത ദീർഘായുഷ്മാൻ. ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ടുകഴിഞ്ഞു. ഈ വാക്യം തിരിച്ചറിയുക. ഓപ്ഷനുകൾ: എ. സഭാപ്രസംഗകൻ 6:2, ബി. സഭാപ്രസംഗകൻ 6:7, സി. സഭാപ്രസംഗകൻ 6:10, ഡി. സഭാപ്രസംഗകൻ 6:12. ശരിയായ ഉത്തരം സി. സഭാപ്രസംഗകൻ 6:10. സഭാപ്രസംഗകൻ 6:10 പ്രകാരം മനുഷ്യന് ആരോടാണ് മല്ലിടാൻ കഴിവില്ലാത്തത്? ഓപ്ഷനുകൾ: എ. അന്യനോട്, ബി. ശത്രുവിനോട്, സി. തന്നെക്കാൾ ശക്തനോട്, ഡി. രാജാവിനോട്. ശരിയായ ഉത്തരം സി. തന്നെക്കാൾ ശക്തനോട്. ഇത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല. ഈ വാക്യം ആരെക്കുറിച്ചാണ്? ഓപ്ഷനുകൾ: എ. ദരിദ്രനായ മനുഷ്യൻ, ബി. ചാപിള്ള, സി. അന്ധനായ മനുഷ്യൻ, ഡി. മൂഢനായ മനുഷ്യൻ. ശരിയായ ഉത്തരം ബി. ചാപിള്ള. സഭാപ്രസംഗകൻ 6-ൽ പറയുന്നതുപോലെ 2000 വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കാത്തവൻ എവിടെയാണ് ചെന്നടിയുന്നത്? ഓപ്ഷനുകൾ: എ. നരകത്തിൽ, ബി. ഒരിടത്തുതന്നെ മരണത്തിൽ, സി. മണ്ണിൽ, ഡി. ശവകുടീരത്തിൽ. ശരിയായ ഉത്തരം ബി. ഒരിടത്തുതന്നെ മരണത്തിൽ. ജ്ഞാനിക്ക് മൂഢനേക്കാൾ എന്തു മേന്മയാണുള്ളത്? ഈ വാക്യം ഏതാണ്? ഓപ്ഷനുകൾ: എ. സഭാപ്രസംഗകൻ 6:10, ബി. സഭാപ്രസംഗകൻ 6:5, സി. സഭാപ്രസംഗകൻ 6:2, ഡി. സഭാപ്രസംഗകൻ 6:8. ശരിയായ ഉത്തരം ഡി. സഭാപ്രസംഗകൻ 6:8. സഭാപ്രസംഗകൻ 6:2 പ്രകാരം ഒരുവന് ആഗ്രഹിക്കുന്ന സമ്പത്തും ഐശ്വര്യവും ഒടുവിൽ ആരാണ് അനുഭവിക്കുന്നത്? ഓപ്ഷനുകൾ: എ. സഭാപ്രസംഗകൻ, ബി. സ്വന്തം മക്കൾ, സി. അടുത്ത സുഹൃത്തുക്കൾ, ഡി. അന്യൻ. ശരിയായ ഉത്തരം ഡി. അന്യൻ. സഭാപ്രസംഗകൻ 6:11 അനുസരിച്ച് എന്തിന്റെ പെരുപ്പമാണ് മിഥ്യയുടെ പെരുപ്പം? ഓപ്ഷനുകൾ: എ. വാക്കുകളുടെ, ബി. ആയുസ്സിന്റെ, സി. മക്കളുടെ, ഡി. സമ്പത്തിന്റെ. ശരിയായ ഉത്തരം എ. വാക്കുകളുടെ.
തനിക്കു ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്കു കഴിയും? സ്രോതസ്സേതാണ്? ഓപ്ഷനുകൾ: എ. സഭാപ്രസംഗകൻ 6:3, ബി. സഭാപ്രസംഗകൻ 6:12, സി. സഭാപ്രസംഗകൻ 6:6, ഡി. സഭാപ്രസംഗകൻ 6:9. ശരിയായ ഉത്തരം ബി. സഭാപ്രസംഗകൻ 6:12. സഭാപ്രസംഗകൻ 6:8 പ്രകാരം മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ആർക്കാണ് നേട്ടമില്ലാത്തത്? ഓപ്ഷനുകൾ: എ. ദരിദ്രന്, ബി. രാജാവിന്, സി. മൂഢന്, ഡി. ജ്ഞാനിക്ക്. ശരിയായ ഉത്തരം എ. ദരിദ്രന്. ഇത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു. ഇതിന്റെ സ്രോതസ്സേതാണ്? ഓപ്ഷനുകൾ: എ. സഭാപ്രസംഗകൻ 6:4, ബി. സഭാപ്രസംഗകൻ 6:1, സി. സഭാപ്രസംഗകൻ 6:7, ഡി. സഭാപ്രസംഗകൻ 6:11. ശരിയായ ഉത്തരം എ. സഭാപ്രസംഗകൻ 6:4. സഭാപ്രസംഗകൻ 6:6 പ്രകാരം 2000 വർഷം ജീവിച്ചാലും ലഭിക്കാത്തതെന്താണ്? ഓപ്ഷനുകൾ: എ. ഭാഗ്യം, ബി. പേര്, സി. മക്കൾ, ഡി. ഭക്ഷണം. ശരിയായ ഉത്തരം എ. ഭാഗ്യം. സഭാപ്രസംഗകൻ 6-ാം അധ്യായം പ്രകാരം ഒരുവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നത് ആരാണ്? ഓപ്ഷനുകൾ: എ. കഠിനാധ്വാനം, ബി. മാതാപിതാക്കൾ, സി. ദൈവം, ഡി. രാജാവ്. ശരിയായ ഉത്തരം സി. ദൈവം. സഭാപ്രസംഗകൻ 6:3 ജീവിതസുഖം ആസ്വദിക്കാൻ കഴിയാത്തവനേക്കാൾ ഭേദമായി പറയുന്നത് ആരെയാണ്? ഓപ്ഷനുകൾ: എ. പാവപ്പെട്ടവൻ, ബി. രോഗി, സി. ചാപിള്ള, ഡി. അന്യൻ. ശരിയായ ഉത്തരം സി. ചാപിള്ള. സഭാപ്രസംഗകൻ 6:7 പ്രകാരം മനുഷ്യന്റെ അധ്വാനം മുഴുവൻ എന്തിനുവേണ്ടിയാണ്? ഓപ്ഷനുകൾ: എ. പ്രശസ്തിക്ക്, ബി. വിനോദത്തിന്, സി. സമ്പാദ്യത്തിന്, ഡി. ഉദരപൂരണത്തിന്. ശരിയായ ഉത്തരം ഡി. ഉദരപൂരണത്തിന്. സഭാപ്രസംഗകൻ 6:11 അനുസരിച്ച് മിഥ്യ വർദ്ധിക്കാൻ കാരണമാകുന്നതെന്താണ്? ഓപ്ഷനുകൾ: എ. ആയുസ്സിന്റെ പെരുപ്പം, ബി. വാക്കുകളുടെ പെരുപ്പം, സി. മക്കളുടെ പെരുപ്പം, ഡി. ധനത്തിന്റെ പെരുപ്പം. ശരിയായ ഉത്തരം ബി. വാക്കുകളുടെ പെരുപ്പം. പ്രസംഗകൻ 6:12 അനുസരിച്ച് വ്യർത്ഥമായ ഹ്രസ്വജീവിതം മനുഷ്യൻ എങ്ങനെയാണ് കടന്നുപോകുന്നത്? ഓപ്ഷനുകൾ: എ. അഭിമാനത്തോടെ, ബി. സന്തോഷത്തോടെ, സി. കഷ്ടപ്പാടോടെ, ഡി. നിഴൽ പോലെ. ശരിയായ ഉത്തരം ഡി. നിഴൽ പോലെ. സഭാപ്രസംഗകൻ 6:2 പ്രകാരം ദൈവം നൽകിയ ഐശ്വര്യം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷനുകൾ: എ. തീവ്രവേദനയും ശാപവും, ബി. ഭാഗ്യം, സി. മിഥ്യയും തീവ്രവേദനയും, ഡി. വിധി. ശരിയായ ഉത്തരം സി. മിഥ്യയും തീവ്രവേദനയും. സഭാപ്രസംഗകൻ 6:4 മിഥ്യയിൽ ജനിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്? ഓപ്ഷനുകൾ: എ. ഭൂമിയിലേക്ക്, ബി. ആകാശത്തിലേക്ക്, സി. വെളിച്ചത്തിലേക്ക്, ഡി. അന്ധകാരത്തിലേക്ക്. ശരിയായ ഉത്തരം ഡി. അന്ധകാരത്തിലേക്ക്. സഭാപ്രസംഗകൻ 6:10 പ്രകാരം ഉണ്ടായിട്ടുള്ളതിനെല്ലാം നേരത്തെ തന്നെ എന്തിട്ടുകഴിഞ്ഞു എന്നാണ് പറയുന്നത്? ഓപ്ഷനുകൾ: എ. പേര്, ബി. വില, സി. സ്ഥാനം, ഡി. വിധി. ശരിയായ ഉത്തരം എ. പേര്. സഭാപ്രസംഗകൻ 6:12 അനുസരിച്ച് നിഴൽ പോലെ കടന്നുപോകുന്ന ജീവിതം എങ്ങനെയുള്ളതാണ്? ഓപ്ഷനുകൾ: എ. ധന്യമായ ജീവിതം, ബി. കഷ്ടപ്പാടുള്ള ജീവിതം, സി. ഐശ്വര്യമുള്ള ജീവിതം, ഡി. വ്യർത്ഥമായ ഹ്രസ്വജീവിതം. ശരിയായ ഉത്തരം ഡി. വ്യർത്ഥമായ ഹ്രസ്വജീവിതം. കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ക്വിസ് തന്നെത്താൻ ചെയ്തു നോക്കാൻ സാധിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് 9287400403 എന്ന ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. തുടർന്നുള്ള ക്വിസുകൾ ലഭിക്കാൻ ചാനലിന്റെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.